നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ ഒരു വേൾഡ് കപ്പ് അവസാനിച്ചു. അടുത്ത വേൾഡ് കപ്പിന് ഇനി 4 വർഷങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ അർജൻറ്റീന ടീമിൽ ഈ ടീമിൽ ആരൊക്കെ അടുത്ത വേൾഡ് കപ്പിനുണ്ടാവും? തീർച്ചയായിട്ടും ടീമിലൊരു വലിയ അഴിച്ചുപണി നടക്കും എന്ന കാര്യം ഉറപ്പാണ്. 2022 വേൾഡ് കപ്പ് നേടിയ ടീം അതിൻ്റെ കോർ ഓൾമോസ്റ്റ് അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് 2026 സ്കലോനി ടീം ഉണ്ടാക്കിയത്. മെസ്സി മാജിക്കിൽ അവർ ഫൈനൽ വരെ എത്തി. പക്ഷേ ഫൈനലിൽ അവരുടെ എല്ലാ വിധത്തിലുള്ള വീക്ക്നെസ്സുകളും എക്സ്പോസ്ഡ് ആയിപ്പോയി. അപ്പോൾ ഇനി അടുത്ത വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ ഈ വേൾഡ് കപ്പ് ടീമിൽ നിന്ന് ആരൊക്കെ ഉണ്ടാകും നമ്മൾ നോക്കുകയാണ്. അടുത്ത വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ 2030 ജൂണിൻ്റെ തുടക്കത്തിലാണ്. അർജൻറ്റീനയിൽ വെച്ച് അതിൻ്റെ ഉദ്ഘാടന മത്സരമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കളിക്കാൻ ഏതായാലും താരങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ വയസ്സ് സമ്മതിക്കാത്ത കുറേ താരങ്ങളുണ്ട്. അപ്പോൾ 2030 ജൂണിൻ്റെ തുടക്കത്തിൽ എത്ര പ്രായമായിരിക്കും താരങ്ങൾക്കുണ്ടാകും? 35 വയസ്സ് കിടക്കുന്ന ഒരു പിടി താരങ്ങളുണ്ട്. അവരൊക്കെ അടുത്ത വേൾഡ് കപ്പ് കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്നർത്ഥം. ലയണൽ മെസ്സി അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ഓൾറെഡി പറഞ്ഞതാണ്. അടുത്ത വേൾഡ് കപ്പിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് 42 വയസ്സായിരിക്കും. വേൾഡ് കപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ജൂൺ ഒരു അവസാനമാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രായം 43 സോ മെസ്സി ഓൾറെഡി അടുത്ത വേൾഡ് കപ്പിനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സി ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. പിന്നെ നിക്കോളാസ് ഓട്ടാമെൻഡിയുടെ കാര്യത്തിൽ നമുക്കറിയാം. ഓട്ടാമെൻഡി കൺഫേം ചെയ്തിട്ടുണ്ട് ഈ വേൾഡ് കപ്പോടുകൂടി താൻ വിരമിക്കുകയാണ് എന്നുള്ളത്. സോ ഓട്ടാമെൻഡി പടിയിറങ്ങുന്നു. ഓട്ടാമെൻഡിയുടെ ഒരു പ്രായം അടുത്ത വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ 42 വയസ്സായിരിക്കും. പിന്നെ ജെറോണിമോ റുള്ളി സബ്സ്റ്റിറ്റ്യൂട്ട് ഗോൾ കീപ്പർ, അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാവാൻ സാധ്യതയില്ല. 38 വയസ്സാണ്. നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ ഒരു വെറ്ററനായിട്ടൊക്കെ അടുത്ത വേൾഡ് കപ്പ് ഉണ്ടാവുമോ എന്ന് കണ്ടറിയണം. 37 വയസ്സാണ് അദ്ദേഹത്തിന് പ്രായമുള്ളത്. അടുത്ത വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോഴുള്ള പ്രായമാണ് പറയുന്നത്, ഇപ്പോഴത്തെ പ്രായമല്ല. അടുത്ത വേൾഡ് കപ്പിൽ എത്തുമ്പോഴുള്ള പ്രായമാണ് ഞാൻ ഈ പറയുന്നത്. റുള്ളിക്ക് 38 ആകും, ടാഗ്ലിയാഫിക്കോക്ക് 37 ആകും. എമിലിയാനോ മാർട്ടിനസിൻ്റെ പ്രായവും അടുത്ത വേൾഡ് കപ്പിന് 37 ആവും. അദ്ദേഹത്തിന് കളി തുടരാൻ താല്പര്യമുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിലേക്ക് എത്തിയേക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. യുവാൻ മുസ്സോ അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് 36 വയസ്സാവും. റോദ്രിഗോ ഡി പോൾ അടുത്ത വേൾഡ് കപ്പിന് 36 വയസ്സാകും. ലിയാൻഡ്രോ പെരേഡസ് അടുത്ത വേൾഡ് കപ്പിന് 35 വയസ്സാകും. ഒരു പക്ഷേ ഇതിൽ എമിയല്ലാതെ മറ്റൊരു താരവും തുടരാൻ സാധ്യതയില്ല. അടുത്ത വേൾഡ് കപ്പിനുണ്ടാവാൻ സാധ്യതയില്ല. ഒരു പക്ഷേ വരുന്ന കോളപ്പുകളിലൊക്കെ ഇവരുണ്ടാവും. പക്ഷേ പതിയെ ഒരു ട്രാൻസിഷൻ പീരീഡിലേക്ക് കടക്കുകയും ഈ താരങ്ങൾ അടുത്ത വേൾഡ് കപ്പിൻ്റെ സൈക്കിളിൽ ഇടയ്ക്ക് വെച്ച് അങ്ങ് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാവാൻ പോകുന്നത്. അതാണ് ലോജിക്കലായിട്ട് പറയാൻ പറ്റുക. ഇനി 30 വയസ്സിൽ കടക്കുന്നതാണ്, 35 ആവില്ല, പക്ഷെ 30 വയസ്സ് കടക്കും അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ എന്ന നിലയിലുള്ള അർജന്റീൻ താരങ്ങൾ. അവരിൽ ചിലരൊക്കെ അടുത്ത വേൾഡ് കപ്പ് കളിച്ചേക്കും. ജിയോവാനി ലോ ചെൽസോ അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് 34 വയസ്സായിരിക്കും. അദ്ദേഹം ഒരു പക്ഷേ ടീമിൻ്റെ മധ്യനിരയിൽ ഒരു കാരണവരായിട്ട് അല്ലെങ്കിൽ പ്രധാന റോളിലൊക്കെ അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടായേക്കാം. അത് ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം അനുസരിച്ചും ഫോം എങ്ങനെ നിലനിർത്തുമെന്നതിനനുസരിച്ചും ഉണ്ടാവും. ദെൻ മാർക്കോസ് സെനേസിയുടെ പ്രായം 33 വയസ്സായിരിക്കും. ഈ വേൾഡ് കപ്പിൽ അങ്ങനെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നമുക്കറിയാം അത് അടുത്ത വേൾഡ് കപ്പ് വരെയൊക്കെ അദ്ദേഹം ടീമിൽ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. ഗോൺസാലോ മൊണ്ടിയിൽ പ്രായം 33 ആയിരിക്കും. അടുത്ത വേൾഡ് കപ്പിനുണ്ടാവാൻ സാധ്യതയില്ല. ഈ വേൾഡ് കപ്പിലെ ഫോം വളരെ പരിതാപകരമായിരുന്നു. എന്നാലും മോളിനേക്കാൾ ബെറ്റർ ആയിട്ട് മറക്കുന്നില്ല. ലൗതരോ മാർട്ടീനസ് 32 വയസ്സായിരിക്കും. അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ അദ്ദേഹം ടീമിൽ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. മുന്നേറ്റങ്ങൾ നയിക്കാൻ ലൗതറോയെ നമുക്ക് പ്രതീക്ഷിക്കാം. ലിസാൻഡ്രോ മാർട്ടീനസ് 32 വയസ്സായിരിക്കും. അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ അദ്ദേഹവും സ്ക്വാഡിൽ ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ. നിക്കോ ഗോൺസാലസ് അടുത്ത വേൾഡ് കപ്പിന് 32 വയസ്സാകും. ഫോം എങ്ങനെ നിലനിർത്തും എന്നതനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഈ വേൾഡ് കപ്പിൽ മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ട്. വരുന്ന കോളപ്പുകളിൽ അദ്ദേഹം ഉണ്ടാകും. നാഹുവൽ മോളിന അടുത്ത വേൾഡ് കപ്പിന് 32 വയസ്സായിരിക്കും. പക്ഷേ ഇപ്പോൾ മോശം പ്രകടനമാണ്. ഇനി എത്രത്തോളം കോളപ്പ് കിട്ടും എന്നുള്ളത് കണ്ടറിയണം. പിന്നെ ക്യൂട്ടി റൊമേറോ അടുത്ത വേൾഡ് കപ്പിന് 32 വയസ്സായിരിക്കും. ഈ ഫോം തുടരുകയാണെങ്കിൽ അദ്ദേഹം അടുത്ത വേൾഡ് കപ്പും കളിക്കാനാണ് സാധ്യത. ഇസിക്കിയൽ പലാസിയോസ് വേൾഡ് കപ്പിൽ അത്രയധികം അവസരങ്ങൾ ലഭിച്ചില്ല. പക്ഷേ മധ്യനിരയിൽ കാര്യങ്ങൾ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റിയുള്ള താരമാണ്. അടുത്ത വേൾഡ് കപ്പിന് അദ്ദേഹം ഉണ്ടാകും എന്ന് വേണം കരുതാൻ. അലക്സിസ് മാക്കലിസ്റ്റർ മധ്യനിരയിലെ സുപ്രധാന റോള് വഹിക്കാൻ കപ്പാസിറ്റിയുള്ള താരം. 31 വയസ്സാണ്. യൂറോപ്പിലെ എലൈറ്റ് ടീമുകളിൽ കളിക്കുന്നു. അടുത്ത വേൾഡ് കപ്പിൽ എത്തുമ്പോഴാണ് 31 വയസ്സെന്ന് പറയുന്നത്. ഈ വയസ്സൊക്കെ അടുത്ത വേൾഡ് കപ്പിനുള്ള വയസ്സാണെന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫോമും മറ്റുമൊക്കെ ക്ലബ്ബുകളിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ ഉണ്ടാവും. ഫെക്കുണ്ടോ മെദീനക്ക് അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ 31 വയസ്സായിരിക്കും. ഫോം നിലനിർത്തുകയാണെങ്കിൽ സ്ക്വാഡിലെത്താനുള്ള സാധ്യതയുണ്ട്. ഹുലിയൻ അൽവാരസ്
അടുത്ത വേൾഡ് കപ്പിൻ്റെ സമയത്ത് 30 വയസ്സായിരിക്കും. ഉറപ്പായിട്ടും അർജൻറ്റീനയുടെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ഹുലിയൻ അൽവാരസ് ഉണ്ടാകും. ഇനി അതിനേക്കാൾ പ്രായം കുറഞ്ഞ താരങ്ങൾ, 30-ന് താഴെയുള്ള താരങ്ങൾ, അടുത്ത വേൾഡ് കപ്പിലേക്ക് അർജൻറ്റീനയ്ക്ക് വളർത്തി കൊണ്ടുപോകാവുന്ന താരങ്ങൾ എന്ന് പറയുന്നവർ, ഒന്ന് ഹോസെ മാനുവൽ ലോപ്പസ് ആണ്. ഫ്ലാക്കോ ലോപ്പസ് മുന്നേറ്റത്തിൽ ഗോളടിക്കാൻ കപ്പാസിറ്റിയുള്ള താരം. ഇപ്പോൾ ബ്രസീലിയൻ ലീഗിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 25 വയസ്സുകാരനാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് ആകുമ്പോൾ, അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ 29 വയസ്സാവും. ഒരു യൂറോപ്പിലേക്കുള്ള ട്രാൻസ്ഫറും അതുപോലെ ഉയർന്ന നിലവാരത്തിലേക്കുള്ള മാറ്റവും ഒക്കെ സംഭവിച്ചാൽ അദ്ദേഹത്തെ അടുത്ത വേൾഡ് കപ്പിൽ അർജൻറ്റീനയ്ക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എൻസോ ഫെർണാണ്ടസ് തീർച്ചയായിട്ടും ചെൽസി വിടും അദ്ദേഹമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. യൂറോപ്പിലെ ലൈറ്റ് ക്ലബ്ബുകളിലാണ് അദ്ദേഹം കളിക്കാൻ എന്തായാലും പോകുന്നത്. അടുത്ത വേൾഡ് കപ്പിലും അദ്ദേഹം ഉണ്ടാവും മധ്യനിരയിലെ സുപ്രധാന റോളിൽ. അടുത്ത വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രായം 29 വയസ്സായിരിക്കും. തിയാഗോ അൽമെയ്ര ഈ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള താരമാണ്. പക്ഷേ അത്ര ഒരു മികവ് അദ്ദേഹം കാണിച്ചില്ല. അടുത്ത വേൾഡ് കപ്പ് വരെ അദ്ദേഹത്തിൻ്റെ ഫോം എങ്ങനെയാവുമെന്നനുസരിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ തുടർച്ച. 29 വയസ്സായിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം. ഹുലിയാനോ സിമയോണി വലിയ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്ന കളിക്കാരനാണ്. പക്ഷെ അത്രയും മികച്ചൊരു പ്രകടനം ഒന്നും വേൾഡ് കപ്പിൽ നടത്തിയിട്ടില്ല. എന്നാലും വരുന്ന വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിലേക്കുള്ള പരിഗണനയിലും അടുത്ത സൈക്കിളിലുമൊക്കെ സിമയോണി ഉണ്ടാവും. 27 വയസ്സായിരിക്കും അടുത്ത വേൾഡ് കപ്പിന് അദ്ദേഹത്തിൻ്റെ പ്രായം. വാലന്റിൻ ബാർക്കോ അടുത്ത വേൾഡ് കപ്പിന് അർജൻറ്റീന പ്രതീക്ഷിക്കുന്ന താരങ്ങളിൽ ഒരാളാണ്. ഇപ്പോൾ 21 വയസ്സേ ഉള്ളൂ. അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ 25 വയസ്സായിരിക്കും. സോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അടുത്ത വേൾഡ് കപ്പിലുണ്ടാവും. പിന്നെ നിക്കോ പാസ് വലിയ പ്രതീക്ഷയോടുകൂടി അർജൻറ്റീന നോക്കിക്കാണുന്ന താരമാണ്. ഇപ്പോൾ 21 വയസ്സാണ്. അടുത്ത വേൾഡ് കപ്പിന് 25 വയസ്സായിരിക്കും. അർജൻറ്റീനയുടെ മധ്യനിരയിലെ തേരാളിയായിട്ട് അദ്ദേഹം ഉണ്ടാകും. പലരും മെസ്സിയുടെ പിൻഗാമിയായിട്ട് പോലും അദ്ദേഹത്തെ കാണുന്നവരുണ്ട്. ഇനി നിക്കോ പാസ് നയിക്കും അർജൻറ്റീന എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതാണ് അർജൻറ്റീനയുടെ ഭാവി സ്ക്വാഡിൻ്റെ ഒരു അവസ്ഥ. ഇനി ഒരുപാട് മികച്ച താരങ്ങൾ, മാസ്റ്റൻഡൂനെ പോലെയുള്ള താരങ്ങളും മറ്റു താരങ്ങളും ഒക്കെ വളർന്നു വരാനുണ്ട്. അതനുസരിച്ച് അടുത്ത ഒരു 4 വർഷത്തെ സൈക്കിൾ അതെങ്ങനെയായിരിക്കും എന്നതിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള പോക്ക്. ഏതായാലും ലയണൽ സ്കലോനി ഇനി എത്ര കാലം തുടരുമെന്ന കാര്യം കണ്ടറിയണം. അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും ഡിസംബർ വരെ ഞാൻ അർജൻറ്റീനയുടെ കോച്ചായിട്ട് തുടരും, അതിനുശേഷം ഞാൻ തുടരണോ എന്ന കാര്യം ഞാൻ ചിന്തിക്കും, ബുദ്ധിമുട്ടാണ് തുടരാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വീണ്ടും ഇതുപോലെയുള്ള വലിയൊരു അച്ചീവ്മെൻറ്റുകളൊക്കെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല എന്ന് കൂടി അദ്ദേഹം പറയുമ്പോൾ, സ്കലോനി പോയാൽ പുതിയൊരു കോച്ച് വന്നാൽ, പുതിയൊരു സ്കീമും പുതിയൊരു പ്രൊജക്റ്റും ഒക്കെ വന്നാൽ സ്വാഭാവികമായിട്ടും ഇതിൽ പല താരങ്ങളും പുറത്താവാനുള്ള സാധ്യതയുമുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.